ശരി. ഒരു കൊള്ളില്ല. കാരണം ഒരു ഒരു ബി ഗ്രേഡ് അല്ലെങ്കിൽ സി ഗ്രേഡ് അല്ലെങ്കിൽ ഡി ഗ്രേഡ് മൂവി എന്ന് വേണമെങ്കിൽ അത്രയ്ക്ക് ഒരു മോശപ്പെട്ട ഒരു സിനിമ. രാം ഗോപാൽ വർമ്മയുടെ ഒരു രചന എന്ന് കണ്ടിട്ടാണ് ആ സിനിമ കാണാൻ കയറിയത്. പിന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു കുട്ടിയാണ് അതിലെ നായിക എന്നുള്ള ഇതും കണ്ടിട്ടാണ് കയറിയത്. പിന്നെ രാം ഗോപാൽ വർമ്മ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച സംവിധായകനാണ്. മോഹൻലാൽ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് നല്ല സിനിമകൾ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് ശരിക്കും എന്താ പറയുക, ഒരു വകയ്ക്ക് കൊള്ളാത്ത സിനിമ. മലയാളം ഡബ്ഡ് വെർഷനാണ് ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ ആ ഡബ്ബിങ്ങിൻ്റെ വളരെ ദയനീയം എന്ന് വേണമെങ്കിൽ പറയാം. ഡബ്ബിങ് പാട്ടുകളും എല്ലാം ഒരു വകയ്ക്ക് കൊള്ളില്ല. മ്യൂസിക്കായാലും എന്തായാലും മൊത്തത്തിൽ ഒരു ഫുൾ നെഗറ്റീവ് അടിച്ചൊരു സിനിമ. ഗ്ലാമർ, ആ പെൺകുട്ടിയുടെ നായികയുടെ സിനിമയുടെ പേര് ആരാധ്യ ദേവി എന്നാണ്. ആരാധിക്കാൻ തോന്നുന്ന ദേവി. പക്ഷേ എനിക്കത് ഒരു മൂദേവിയായിട്ടാണ് തോന്നിയത്. അമ്മാതിരി സത്യം അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം അഭിനയവും കൊള്ളില്ല. സിനിമയുടെ പേര് സാരിയാണ്. കാരണം രാം ഗോപാൽ വർമ്മനെ പറഞ്ഞു ഈ കുട്ടി എവിടെയോ സാരി ഉടുത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റർ കണ്ടിട്ടാണ്, അത് പുള്ളി ഇൻസ്റ്റഗ്രാമിൽ എന്തോ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടാണ് പുള്ളി ഈ നടിയെ, ഈ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത്, സിനിമയിലോട്ട് ക്ഷണിക്കുന്നതെന്ന്. അപ്പോൾ സാരി ഉടുക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ, അല്ലെങ്കിൽ സാരി ഉടുക്കാൻ വളരെ പാഷനായിട്ടുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ട് വന്ന് ഈ സിനിമ കാണണം. കാരണം എത്ര മാന്യം അല്ലാത്ത രീതിയിൽ സാരി ഉടുക്കാം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. മാതിരി വൾഗറായിട്ടുള്ള രീതിയിലാണ് ഈ ഇതിൽ എന്തൊക്കെയോ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ച പോലെ സാരി ഉടുത്തവന് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാമർ ഷോ പോലെ തന്നെ തോന്നും. പേര് സാരി എന്ന് പറയുന്ന ധരിക്കുന്ന സ്ത്രീകളെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ സിനിമ. അതിൽ ഈ കുട്ടിയുടെ വേഷവിധാനം. രാം ഗോപാൽ വർമ്മയെ പണ്ട് ഞാൻ കുട്ടിക്കാലത്തെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ പേടിപ്പെടുത്തുന്ന ഇത് സൈക്കോ ത്രില്ലർ എന്നാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാരണം പണ്ട് അദ്ദേഹം സൈക്കോ ത്രില്ലർ, ഹൊററൊക്കെ വളരെ ബ്ലോക്ക്ബസ്റ്ററായ സിനിമകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്കിലും ചിലപ്പോൾ ആ സൈക്കോ ലെവലിലെങ്കിലും ഇത് ഒരു ത്രില്ലടിപ്പിക്കുമെന്നും പറഞ്ഞാൽ അതുമില്ലായിരുന്നു, ഒരു വകയില്ല. നമുക്ക് അതിലെ സൈക്കോ ത്രില്ലർ തന്നെ പേടിപ്പെടുത്തുന്ന ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ മോശം. എനിക്ക് കുറേ നേരം ആയപ്പോൾ എനിക്ക് ആ കെട്ടിടത്തിൻ്റെ ഈ തിയേറ്ററിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് താഴെ ചാടാൻ തോന്നി. അമ്മാതിരി വെറുപ്പിക്കുന്ന ഒരു സിനിമ. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിളി പറന്നുപോയി, ചെവിയിൽ ചെമ്പരത്തിപ്പൂ അങ്ങനെയൊക്കെ തോന്നില്ലേ. ഇതിൽ ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു ജണ്ട ഉണ്ടാക്കി രണ്ട് ചെവിയിലും ചെമ്പരത്തിപ്പൂ ജണ്ട് വയ്ക്കാൻ തോന്നുന്നു. അമ്മാതിരി ഒരു സിനിമയാണ്. ഒരു കൊള്ളില്ല, ഒരു വകയ്ക്കും കൊള്ളില്ല. വെറുതെ കയറി എൻ്റെ പൈസ തിരിച്ചവർ രാം ഗോപാൽ വർമ്മയെങ്ങാനും തിരിച്ച് തരുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകും. അമ്മാതിരി ഒരു സിനിമ. പെൺകുട്ടി എന്തുദ്ദേശിച്ചാണെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ചിലപ്പോൾ ഇനി തുണി കുറച്ച് ധരിച്ചാൽ ഇനി തെലുങ്ക് സിനിമയാണല്ലോ. അപ്പം തെലുങ്കിൽ ഇനി ഒരുപാട് നായികയായിട്ട് അവസരം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഹിന്ദിയിൽ ഇനി അവസരം കിട്ടുമെന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടാണോ ഈ സിനിമ ചെയ്യാൻ പോയതെന്ന് അറിയാൻ പാടില്ല. നായകനായിട്ട് അഭിനയിക്കുന്ന പയ്യനെ വെറുതെ ഗൂഗിളിൽ നോക്കിയപ്പോൾ പുള്ളി ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, നാടക നടനാണ്. പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. പക്ഷേ ഇതിലൊരു വല്ലാത്തൊരു കഥാപാത്രം കൊടുത്ത് പുള്ളിയെ കൂടെ ഡിഗ്രേഡ് ചെയ്തതുപോലെ തോന്നി. അമ്മാതിരി ഒരു സിനിമ. സാരി എന്ന് പേര്. സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രത്യേകിച്ച് കേരളത്തിലെ വളരെ മാന്യമായിട്ടുള്ള സ്ത്രീകളുടെ ഒരു വസ്ത്രധാരണം എന്നാണ് നോർമലി നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഏത് സ്ത്രീയെയും സൗന്ദര്യം ഇല്ലാത്തവർ പോലും ഈ സാരി ഉടുക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല സുന്ദരിയായിട്ട് തോന്നും. ഇതിലങ്ങനെയല്ല. ഇതിൽ സാരി എങ്ങനെ വളരെ മാന്യത അല്ലാത്ത രീതിയിൽ ഉടുക്കാം എന്നുള്ളതിൻ്റെ ആ ഒരു ഇതാണ് ഈ സിനിമയിൽ കാണിച്ചത്. OTT പോലും വാച്ച് ചെയ്യാൻ തോന്നത്തില്ല. അമ്മാതിരി ഒരു സിനിമ. ഇത് വല്ല യൂട്യൂബ് ചാനലിൽ എങ്ങാനും റിലീസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റിയായ സിനിമയ്ക്ക്.